ഹലോ ഗായ്സ്, എല്ലാവർക്കും ജംഷി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് WPL 2026 കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വരുന്ന 27 വൈകുന്നേരം 3:30 WPLൻ്റെ മെഗാ ഓഷൻ ഡൽഹിയിൽ വെച്ച് നടക്കുന്നത്. അതിൻ്റെ റിട്ടേഷൻ ലിസ്റ്റ് കാര്യങ്ങളും ഒക്കെ നിലവിൽ വന്നുകൊണ്ടു. നിലവിലുള്ള 5 ടീമുകളും അവരുടെ ആരൊക്കെയാണ് നിലനിർത്തിയത്, ആരൊക്കെ റിലീസ് ചെയ്തു എന്നുള്ള തീരുമാനങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞു. നിലവിലൊരു ടീമിന് നിലനിർത്താൻ പറ്റുന്നത് 5 താരങ്ങളെയാണ്. അതിൽ 2 ഇന്ത്യൻ ക്യാപ്ഡ് പ്ലെയേഴ്സ്, അഥവാ ഇന്ത്യക്ക് വേണ്ടി ഒരു കളിയെങ്കിലും കളിച്ച പ്ലേയേഴ്സിനെയാണ് ക്യാപ്റ്റൻ പ്ലേയേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അത് 2 താരങ്ങളെ നിലനിർത്താം. അതുപോലെ 2 വിദേശ താരങ്ങൾ 2 മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന 2 താരങ്ങളെ നിലനിർത്താം. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അൺക്യാപ്ഡ് പ്ലെയറിനെ കൂടെ നിലനിർത്തിയാണ്ട് മാക്സിമം സ്ട്രെങ്ത് 5 ഒരു ടീമിന് നിലനിർത്താൻ പറ്റുന്നത്. നിലവിൽ 2 ടീമുകളാണ് ഈ 5 സ്ലോട്ടും ഫില്ല് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ടാറ്റിക്സിനും സ്ട്രാറ്റജിക്കും അനുസരിച്ചുള്ള നിലനിർത്തലും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ടീമിന് 15 കോടി ആണ് ഓപ്ഷന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള ഫണ്ട്. 15 കോടി വരെ മാക്സിമം ഉപയോഗിക്കാം. അതിൽ നിലനിർത്തിയ താരങ്ങൾ കൊടുത്ത സാലറി കുറച്ചിട്ട് ബാക്കി എത്രയാണോ അതുമായിട്ടായിരിക്കും ഓരോ ടീമും 21-ാം തീയതി ലേലത്തിനെത്തുന്നത്. അപ്പോൾ നമുക്ക് കാണാം ലേലം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും സ്ട്രാറ്റജീസ്, ഏതൊക്കെ ടീമിലെത്തും എല്ലാം അറിയാൻ ഇനിയൊരു 3 ദിവസത്തെ കാത്തിരിപ്പ് കൂടിയേ ഉള്ളൂ. നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം എന്ത് സംഭവിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ജംഷി.